ലെബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഇസ്രായേൽ ഗസയിൽ കൂടുതൽ ക്രൂരത അഴിച്ചുവിടുന്നു. ബോംബ് വർഷങ്ങൾക്ക് പുറമെ സ്ത്രീകളെയും കുട്ടികളെയും പട്ടിണിക്കിട്ട് കൂട്ടക്കൊല ചെയ്യാനുള്ള പദ്ധതികളാണ് അധിനിവേശ സേന നടപ്പാക്കുന്നത്. അഭയാർത്ഥികൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന കേന്ദ്രങ്ങൾക്കും അവിടെ ജോലി ചെയ്യുന്നവർക്കുമെതിരെ മനുഷ്യത്വരഹിതമായ ആക്രമണമാണ് ഇന്നലെ ഇസ്രായേൽ നടത്തിയത്. ഗസ മുനമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 23 പേർ കൊല്ലപ്പെട്ടു. അതിൽ ഗസ സിറ്റിയിൽ 17 പേരും ജബാലിയയിൽ ഒരാളും ഖാൻ യൂനിസിൽ 3 പേരും വേൾഡ് സെൻട്രൽ കിച്ചൺ എയ്ഡ് വർക്കർമാരും ഉൾപ്പെടെ 5 പേരും കൊല്ലപ്പെട്ടു. പട്ടിണിയും കഷ്ടപ്പാടും വൻ ദുരന്തത്തിലേക്കാണ് ഗസയെ എത്തിച്ചതെന്ന് ഫലസ്തീൻ സർക്കാർ മീഡിയ ഓഫീസ് വ്യക്തമാക്കി. പട്ടിണിയിലായ ഗസയിൽ സാധനങ്ങളും കിട്ടാനില്ല. അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ വില 1000% ഉയർന്നതായും യുദ്ധവും ഇസ്രായേൽ ഉപരോധവും മൂലം പട്ടിണി മേഖലയിലുടനീളം നില വഷളാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും UN വേൾഡ് ഫുഡ് പ്രോഗ്രാം പറഞ്ഞു. വടക്കൻ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ 7 ആഴ്ചയ്ക്കിടെ 1,30,000 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതായി ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാരിയെ പറഞ്ഞു.